ഹലോ, ദിസ് ഈസ് ഔന്തിക ഫ്രം റെഡ് സൈൽസ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക്ക് സ്പീക്കിംഗ് ആണ്. സ്പീക്കിംഗ് ബേസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും ചോദിക്കും 6.5 ബാൻഡ് സ്കോർ ആണ് സ്പീക്കിംഗിൽ എല്ലാവരും കിട്ടുന്നുള്ളൂ, അത് കഴിഞ്ഞിട്ട് കിട്ടുന്നില്ല. ആൻഡ് ഇറ്റ് ഈസ് ഓൺലി, അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്യുന്ന, നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, എക്സാമിനറായിട്ട് ഇപ്പോഴും ഐ കോൺടാക്ട് മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മളൊരു എക്സാമിനറായിട്ട് ഐ കോൺടാക്ട് മെയിൻറ്റെയിൻ ചെയ്യാതെ കോർണേഴ്സിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അവിടെ കോൺഫിഡൻസ് ആണ് പോകുന്നത്. നമുക്ക് കോൺഫിഡൻസിനാണ് അവിടെ നമ്മുടെ ഗ്രേഡ് പോകുന്നത്. രണ്ടാമത് നമ്മൾ യൂസ് ചെയ്യുന്ന വൊക്കാബുലറി, അതുപോലെ യൂസ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സ്, അതൊക്കെ കുറച്ചും കൂടെയും ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആക്കരുത്. എക്സാമിനേഴ്സ് വേണ്ട സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് എക്സാമിനേഴ്സിന് കേൾക്കേണ്ടത്. വൊക്കാബുലറീസ് നമ്മൾ ഏറ്റവും അമേസിംഗ് ആയിട്ടുള്ള വൊക്കാബുലറീസ് കൊടുക്കാൻ നോക്കുക. ആൻഡ് പ്രൊനൗൺസിയേഷൻ, ഈ കേസിൽ എപ്പോഴും എല്ലാവർക്കും എന്താ പറയുന്നത്, ഇപ്പോൾ ലൈക്ക് ഫോർ എക്സാമ്പിൾ സിറ്റുവേഷൻസ് എന്ന് പറയും. ഇറ്റ്സ് റിയലി സിറ്റുവേഷൻസ്. അപ്പം പ്രൊനൗൺസിയേഷനിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ് IELTS സ്പീക്കിംഗ് ടെസ്റ്റിൽ. അതുപോലെ തന്നെ ടൈമിംഗ്, നമ്മൾ ക്യൂ കാർഡ് പറയുമ്പോൾ 2 മിനിറ്റ് എന്തായാലും നമ്മൾ അതിനനുസരിച്ചുള്ളൊരു ടൈം ലിമിറ്റ് ഉണ്ട്. എല്ലാത്തിനും ടൈം ലിമിറ്റ് ഉണ്ട്. ടൈം ലിമിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പറയണം. ആൻഡ് ഈ പാർട്ട് 1, 2, 3 ഈ 3 കാര്യങ്ങളിലും ടൈമിങ്ങും അതുപോലെ തന്നെ എല്ലാ കാര്യം, ഇപ്പം ഞാൻ പറഞ്ഞ എല്ലാ കാര്യവും ഫോക്കസ് ചെയ്ത് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും 6.5 മേളിലുള്ള സ്കോർ കിട്ടും. For more tips and tricks, join Reds English.